അപ്പം ഇപ്പോൾ ഇതിൽ കണ്ടിട്ടാണെങ്കിലും നമ്മളിപ്പോൾ ഞാൻ വർക്ക് ചെയ്തിട്ട് നമ്മൾ ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു, ഒരു നൈറ്റ് ആയിരുന്നു, അത് അറൗണ്ട് 10 days ഉണ്ട്, ഫുൾ മഴയത്തൊക്കെ ഉള്ള ഒരു പരിപാടിയാണ്. ഈ 10 ദിവസം അദ്ദേഹം കാണിച്ചൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഒക്കെ വെച്ചാൽ ഈ ഫൈറ്റൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് ക്ഷീണിക്കും, നൈറ്റൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ആകെ ഒന്ന് ടയർഡാവും. പക്ഷെ നമുക്ക് അതിനുള്ള സ്കോപ്പില്ല. കാരണം ഈ മനുഷ്യൻ അങ്ങനെ ഫുൾ എനർജി ഫുൾ ഓണായിട്ട് അങ്ങ് നിൽക്കുകയാണ് ഇങ്ങനെ. അത് നിന്നിട്ട് അത് അങ്ങനെയല്ലേ ഇതിങ്ങനെയല്ലേ ഓക്കെ, ഇതെല്ലാം എല്ലാത്തിലും പുള്ളി ഇൻവോൾവ് ആണ്. അപ്പം അതിനിടയ്ക്ക് നമുക്ക് ക്ഷീണിക്കാൻ ഒരു ഗ്യാപ്പില്ല. അപ്പോൾ അത് ഫൈറ്റ് എന്ന് പറയുമ്പോൾ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഫൈറ്റ് മാസ്റ്റർ കാണിച്ചു കൊടുക്കണ്ട, പറഞ്ഞു കൊടുത്താൽ മതി. നമ്മൾ ഇങ്ങനെയാണ്, ഇങ്ങനെ കറങ്ങി വരും, ഇങ്ങനെ വരുന്നു. നമ്മളാണെങ്കിൽ 2-3 പ്രാവശ്യം കണ്ട് ഓക്കെ, അത് ഭയങ്കര പ്രിസൈസാണ്. ഇതെല്ലാം ഒറ്റ നോട്ടത്തിൽ പറയും. ഈ വരുന്ന വരവിന് ആൾ ഇപ്പം ഇവിടുന്ന് ഫൈറ്റ് ചെയ്യുന്ന കൂടെയുള്ളവർ ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാർ അവർ വരുന്നത് തെറ്റിക്കഴിഞ്ഞാൽ തന്നെ അദ്ദേഹത്തിന് അറിയാം തെറ്റി എന്ന് പറയും. ഈസ് വെരി വെരി മച്ച് അവെയർ. അപ്പോൾ വൈശാഖനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. വൈശാഖൻ പറഞ്ഞു വെച്ചെങ്കിൽ ഭയങ്കര ബ്ലെസ്സിങ് ആണ്, ഭയങ്കര ഹെൽപ്ഫുള്ളാണ് അദ്ദേഹത്തിന്. ഇങ്ങനത്തെ ആൾ എനിക്കൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ട, എനിക്കെന്താ വേണ്ടതെന്ന് ഒരു വട്ടം പറഞ്ഞാൽ അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം. ഓക്കെ ഇതാണ്, ആൻഡ് ഹീൽ ഹെൽപ്പ് ഹിം. ഡയറക്ടറിനെ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഒരാളെടുത്തൊരു കാര്യം പറയാനാണെങ്കിൽ ഒരു മിനിറ്റ് ഞാൻ പറയാം എന്നിട്ട് മറ്റേ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴേക്കും അതൊക്കെ ഇടയ്ക്ക് കയറി പുള്ളി ഹാൻഡിൽ ചെയ്യും. ഫോർ എക്സാമ്പിൾ നമുക്കൊരു വണ്ടി വരാനുണ്ടായിരുന്നു, ആ വണ്ടി വരാനും അയ്യോ അപ്പം നമുക്കൊരു വണ്ടിയുടെ ആവശ്യം ഉണ്ടായിരുന്നു ഒരു ഷോട്ടിന്. അപ്പോൾ ഇവർ തമ്മിൽ ഡിസ്കസ് ചെയ്ത് നമുക്ക് ആ വണ്ടിയുടെ യൂസ് ചെയ്യാം അല്ലേ എന്നൊക്കെ പറഞ്ഞ് ഡിസ്കസ് ചെയ്തത് അത് യെസ് തീരുമാനിച്ചു. പക്ഷേ വൈശേട്ടൻ പറഞ്ഞു ഞാൻ ഈ വണ്ടി വേണ്ട, അതിനെ വിട്ടേക്കാൻ പറഞ്ഞായിരുന്നു, ഇനി പറഞ്ഞാൽ കിട്ടുമോ, നമ്മൾ മോശമല്ലേ ഇപ്പോൾ പറഞ്ഞിട്ട് പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞ് ഞാനൊന്ന് ചോദിക്കാമല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളർ റെണിച്ചേട്ടനെ അങ്ങോട്ട് വിളിക്കുന്നു. അപ്പോൾ പുള്ളി നടന്നു വരുന്നു. ഒന്ന് ചോദിച്ചു നോക്കട്ടെ, റിനിയോടും ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. കാരണം ഒരു മര്യാദ വെച്ചിട്ട്. അപ്പോൾ പറഞ്ഞു ഞാൻ പറയാം. അത് റിനിയും നമ്മുടെ അടുത്ത ഷോ